2023 സിനിമയെ സംബന്ധിച്ച് പക്ക ഒരു എൻ്റർടൈനിങ് ഇയർ തന്നെയായിരുന്നു. പല ജോണസിലായിട്ട് പല ലാംഗ്വേജിൽ പല തരത്തിലുള്ള സിനിമകൾ നമുക്ക് ഈ വർഷം കാണാൻ പറ്റി. എല്ലാം ഓവർ ദ ടോപ്പ് ആണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നല്ല സിനിമകൾ ഉണ്ടായിരുന്നു ഈ വർഷം. പേഴ്സണലി ഞാൻ കോവിഡിനും പ്രളയത്തിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന ഒരു വർഷം ഇതാണ്. കുറേ കണ്ടതിൽ ഏതൊക്കെ നല്ലതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ലിസ്റ്റിങ്ങിന് എടുത്ത് നോക്കുന്ന സമയത്ത് അതിങ്ങനെ നീണ്ടു പോകുന്നു. കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ പോലെ തന്നെ ഇതിനകത്തും ഞാൻ റാങ്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറേ സിനിമകൾ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. So this is Cinema Stellar and we're going to talk about my favorite movies of 2023. ദി അനാട്ടമി ഓഫ് ഫോൾ ഈ വർഷത്തെ IFFKയിൽ ഉണ്ടായിരുന്നു. കുറേ കാണാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ഞാൻ പിന്നീട് വീട്ടിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ആ പടം കണ്ടത്. ഒരു പക്ക ഇൻ ആൻഡ് ഔട്ട് കോർട്ട് റൂം ഡ്രാമ പടമാണത്. ഇപ്പോഴേ പറയാം, പടം സ്ലോ ആണ്, ഡെഡ് സ്ലോ ആണ്. 2-2.5 മണിക്കൂർ കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഒരു കോൺവെർസേഷൻ നിങ്ങളെ മടുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമില്ല. ഓരോ സെക്കൻഡും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. റൈറ്റിംഗ് ആറ്റ് ഇറ്റ് സ്പീക്ക് എന്നൊക്കെ പറയുന്ന ഇതിലാണ്. കാരണം അത്രയും എൻഗേജിംഗ് ആയിട്ടൊരു സ്ക്രിപ്റ്റാണ് ഈ പടത്തിനുള്ളത്. എനിക്ക് പൊതുവേ ഒരുപാട് സംസാരമുള്ള സിനിമകൾ അധികം ഇഷ്ടമല്ല. സിനിമ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വിഷ്വൽസ് ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അതാണ്. എന്നാൽ അതിൽ എക്സെപ്ഷൻസ് വരാറുണ്ട്. ഈ പടം പോലെ ഓപ്പൺഹൈമർ, അതേപോലെ തന്നെ ബിഫോർ ട്രയോളജി, ആഫ്റ്റർ സൺ, പാസ്റ്റ് ലൈഫ്, ഇതെല്ലാം കോൺവെർസേഷണൽ മൂവീസ് ആണെങ്കിലും ഇതിനെല്ലാം ഓരോ ബ്യൂട്ടി ഉണ്ട്. അനാട്ടമി ഓഫ് ഫോളിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. നമുക്ക് ഒരു തരത്തിലും ആ പടം പിടിതരത്തില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ അത് മറ്റു രീതിയിലാണ് അവസാനിക്കുന്നത്. പെർഫോമൻസ് വൈസ് വന്നവരും പോയവരും തകർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നായികയും നായികയുടെ മോനും. ആ ക്ലൈമാക്സ് പോർഷനിലൊക്കെ ചെറുക്കൻ്റെ പ്രകടനം കാണണം, ഒന്നും പറയാനില്ല. കിടിലം പടം. അടുത്ത് ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടേർട്ടിൽസ്. ഒരു അടിപൊളി പടം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ എനിക്കുള്ള സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് 3Dയിലാണ് കണ്ടത്. ഇതൊരിക്കലും 3Dയിൽ കാണേണ്ട ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ആനിമേഷൻ സ്റ്റൈലിൽ പിടിച്ച് ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു പടം. ഒറ്റ നോട്ടിൽ നമുക്കൊരു സ്പൈഡർവേഴ്സ് ഫീൽ ചെയ്യുമെങ്കിലും അത് നോക്കിക്കഴിഞ്ഞാൽ അത് സ്പൈഡർവേഴ്സ് അല്ല. കാരണം അതിലും ഒരു പ്രത്യേക ആർട്ട് സ്റ്റൈലാണ് ഈ പടത്തിന്. സ്റ്റോറി പക്ക ജനറിക്കാണ്. നമ്മൾ ഇതിനു മുമ്പും ഇവരുടെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്കിലും കാണുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള ഒരുപാട് സാധനങ്ങൾ ഈ പടത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനിമേഷൻ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. അടുത്തത് വോങ്ക, ടിമോത്തി ഷാലമയുടെ വോങ്ക. ഉള്ളത് പറഞ്ഞാൽ ഈ വർഷത്തെ ഒരു സർപ്രൈസ് ആയിരുന്നു ഈ ഒരു വോങ്ക എന്ന ചിത്രം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു പടം ഇത്രമാത്രം എന്റർടൈനിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ റാൻഡമായിട്ട് മാളിലേക്ക് ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ പോയി കണ്ട ഒരു പടം അത്. ഓഫ് കോഴ്സ് ഓൺ പേപ്പറിൽ ഇതൊരാവശ്യമില്ലാത്ത പടമാണ്. അതായത് നമ്മുടെ വില്ലി വോങ്കയുടെ ബാക്ക് സ്റ്റോറി ഒന്നും ആർക്കും കാണാൻ ആഗ്രഹമില്ല, അറ്റ്ലീസ്റ്റ് അറ്റ് ദിസ് പോയിന്റ്. പക്ഷേ നമ്മുടെ പോൾ കിങ്, ഇതിന്റെ ഡയറക്ടർ, അത് പറയാൻ ശ്രമിച്ച വിധം നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഒരു ഗംഭീര പടമെന്ന് അവകാശപ്പെടാനില്ലെങ്കിലും ബോറടിക്കാൻ പോകുന്നില്ല, ഉറപ്പാ. മുമ്പ് 2 വില്ലി വോങ്ക പോലെ ആയിരുന്നില്ല ഇതിനകത്തെ വോങ്ക. എക്സെൻട്രിക് അല്ലാതെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡായി, ഇഡിയോട്ടിക്കായി ആൻഡ് ഫണ്ണി ആയിട്ടുള്ള ഒരു രസമുള്ളൊരു വോങ്ക. ആൻഡ് ടിമോത്തി ഷാലമെ ഇങ്ങനെ വോങ്കയായിട്ട് കണ്ടിരിക്കാൻ ഒരു മടുപ്പും തോന്നത്തുമില്ല. അടുത്തത് ബോയ്സ് അഫ്രൈഡ്. മോഡേൺ ഹൊറർ ക്ലാസിക് പടങ്ങളായിട്ടുള്ള ഹെറിഡിറ്ററി, മിഡ്സോമറിന് ശേഷം ആരി അസ്റ്ററിന്റെ ഏറ്റവും പുതിയ പടമാണ് ബോയ്സ് അഫ്രൈഡ്. എനിക്കൊന്ന് ആരി അസ്റ്റർ അങ്ങേരെ ഫിലിം ജേണിയിൽ പഠിച്ചു കൂട്ടിയ കാര്യം എല്ലാം കൂട്ടിച്ചേർത്തി ഈ പടത്തിനകത്ത് വെച്ചേക്കുക. മൊത്തത്തിൽ ഒരു പടം, അത് ഏത് ജോണറിൽ എങ്ങനെ പറയുമെന്ന് നമുക്ക് ഒരു പിടിയുമില്ല. അങ്ങനെ ഒരു എടുത്ത് വെച്ചേക്കുന്നു. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അതിനെ കൂട്ടിക്കുഴച്ച് വെച്ചിരിക്കുന്ന ഒരു അവിയിൽ വരുക, എങ്കിലും വേർത്തിയാണ്. അടുത്ത് ദി ഓൾഡ് ഡോഗ്, ഒരു ബ്യൂട്ടിഫുൾ സിനിമ. ബ്രിട്ടനിലെ ഒരു ബാർ ഓണറിന്റെയും അതേപോലെ അവിടേക്ക് റെഫ്യൂജീസ് ആയിട്ട് വരുന്ന കുറച്ച് സിറിയൻ കുടുംബങ്ങളുടെയും കഥയാണത് പറയുന്നത്. IFFKയിൽ ഞാൻ കണ്ട മറ്റൊരു നല്ലൊരു സിനിമയാണ് ഈ ഒരു ഓൾഡ് ഡോഗ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ എമോഷണലി കണക്ട് ആയ ഒരു പടം. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നടക്കുന്ന പല കാര്യത്തിനെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട്. അതിലും പ്രധാനമായും ഇതിനകത്തെ കഥാപാത്രങ്ങൾ ഭയങ്കരധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. അതിൽ ഓരോരുത്തരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്യും. ഈവൻ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് പോലും ഒരു ക്യാരക്ടറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ആ ഒരു ക്യാരക്ടറിനെ പറയിൽ മാത്രമേ ഉള്ളൂ, നേരിട്ട് നമ്മൾ കാണുന്നില്ല, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല, അതിൽ ആരും ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ബട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആൻഡ് ദ വേ ദിസ് മൂവി എൻഡ്സ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക, നല്ലൊരു പടമാണ്. അടുത്തത് മേരി ലിറ്റിൽ ബാറ്റ്മാൻ. കടുത്തൊരു ബാറ്റ്മാൻ ആരാധകനായതുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതൊരു ബാറ്റ്മാൻ ഫിലിം ആണെങ്കിലും ഇതിന്റെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ബാറ്റ്മാൻ അല്ല, പകരം പുള്ളിയുടെ പുത്രനായിട്ടുള്ള ഡേമിയനാണ്. ഗോതം സിറ്റിയുടെ തന്നെ വാച്ച്ഫുൾ പ്രൊട്ടക്ടർ ആയിട്ടുള്ള നമ്മുടെ ബാറ്റ്മാന്റെ പുത്രന്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ് ഫീൽ എനിക്ക് കിട്ടി. സോ മകനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് പടം മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തന്റെ അച്ഛന്റെ അസാന്നിധ്യം ഗോതം സിറ്റിയെ വല്ലാതെ ബാധിച്ചു എന്ന് കണ്ടപ്പോൾ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സൂര്യപുത്രൻ കളത്തിലോട്ട് ഇറങ്ങുന്നതോടെയാണ് പടം ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഒരവിടെ പോലും നമുക്ക് ബോറടിക്കത്തില്ല, ഭയങ്കര ചടപടാന്ന് കാര്യങ്ങൾ നടന്നു. ഈ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ആനിമേഷൻ സ്റ്റൈലാണ്. പണ്ടത്തെ 90s-ലെയും ഏർലി 20s-ലെയൊക്കെ മറ്റേ 2D കാർട്ടൂണിഷ് ആയിട്ടുള്ള ആനിമേഷൻ ഉണ്ടല്ലോ, അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രധാനമായിട്ടും ഡയലോഗ് ഡെലിവറീസും അതെല്ലാം ഓൺ പോയിന്റിലായിരുന്നു. സോ കുറച്ച്
ഫണ്ണി ആൻഡ് കോക്കി ആയിട്ടുള്ള ഒരു ടൈം പാസ് പടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക മേരി ലിറ്റിൽ ബാറ്റ്മാൻ. അടുത്ത് നമ്മുടെ ആശനായിട്ടുള്ള മക്കോട്ടോ ഷിൻകയുടെ സുസുമി നോ ടോജിമാരി. ഈ പടത്തിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഈ പടം വർക്കായി. ഇനി ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. അടുത്ത് ഒരു കൊറിയൻ സൈഫൈ പടമാണ് ദി മൂൺ. ഇത് ആക്ച്വലി ഒരു പ്രതീക്ഷയില്ലാതെ ഞാനിങ്ങനെ ആമസോൺ പ്രൈമിനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടൊരു പടം. വെൽ ഒബ്വിയസ്ലി ഇതിനോടൊക്കെ നിങ്ങൾ ഊഹിച്ച് കാണാം എന്തായിരിക്കും പ്ലോട്ട് എന്ന്. അതേ സെയിം ടിപ്പിക്കൽ പ്ലോട്ട് തന്നെയാണ്. ലൂണാർ മിഷന്റെ ഭാഗമായിട്ട് കൊറിയയിൽ നിന്നും 3 ആസ്ട്രോണറ്റ്സ് ഈ പറയുന്ന ചന്ദ്രനിലേക്ക് പോവുകയാണ്. എന്നാൽ അതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന 2 ആസ്ട്രോണറ്റ്സ് മരിച്ചു പോവാണ്. ഒരാൾ മാത്രം സർവൈവ് ചെയ്യുന്നു. അദ്ദേഹം മൂണിലെത്തിയോ തിരിച്ചു ഭൂമിയിലെത്തിയോ ഇല്ലയോ, എന്തൊക്കെ നടന്നു ഏതൊക്കെ നടന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥിരം പല്ലവിയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. എന്നാൽ കൊറിയൻ പടങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് എന്താണ്? ഇമോഷൻസ്. അതിനിവിടെ ഒരു മാറ്റമില്ല. അതിലെ ക്യാരക്ടേഴ്സിനെ വെച്ചും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന പ്രേക്ഷകനെ വെച്ചും ബേസിക്കലി ഒരു ഇമോഷണൽ റൈഡാണ് ഈ ഒരു പടം. എനിക്ക് തോന്നുന്നു അധികം ആളുകളിലേക്ക് ഈ ഒരു സിനിമ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. സ്ക്രിപ്റ്റ് വൈസും ടെക്നിക്കാലിറ്റീസും അതേപോലെ തന്നെ പെർഫോമൻസ് വൈസും ഭയങ്കര സ്ട്രോങ് ആണ് ഈ ഒരു പടം. ഒരു കിഡിലൻ സ്പേസ് സർവൈവൽ പടം. കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിച്ചു നോക്കുക. അടുത്ത് ആർ യു ദേർ ഗോഡ് ഇറ്റ്സ് മീ മാർഗരറ്റ്. മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ് ഇത് ബേസിക്കലി. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത് ഇതിനകത്ത് ഇവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭയങ്കരധികം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് അവർ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പുറത്തും ഈ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ജൂയിഷും ക്രിസ്ത്യാനിറ്റിയുമാണ്. മതം മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് കാര്യങ്ങൾ. ഒരു 11 വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടിക്ക് തോന്നുന്ന അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ തോന്നുന്ന കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു സിനിമ. നിങ്ങളിൽ ഓരോരുത്തരും അതിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും കണ്ടിരിക്കണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു പടമാണത്. പ്രത്യേകിച്ച് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പടം കാണണം. നെറ്റ്ഫ്ലിക്സിലുണ്ട് ആർ യു ദ ഗോഡ് ഇറ്റ്സ് മീ മാർഗരറ്റ്. അടുത്തൊരു കൊറിയൻ റിവെഞ്ച് പടമായിട്ടുള്ള ബലേറിന. തന്റെ ഫ്രണ്ടിന് വേണ്ടിയുള്ള പ്രതികാരത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടുകാരിയുടെ കഥ വൈസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും ആക്ഷൻ വൈസ് നല്ല രസം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ ആവുന്ന സമയത്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ആക്ഷൻ പ്രേമികൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു പടമായിട്ട് ബലേറിന എനിക്ക് ഫീൽ ചെയ്തു. അടുത്ത് പാസ്റ്റ് ലൈഫ്സ്. ഈ പടത്തിനെ പറ്റി ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. ചെറുപ്പത്തിൽ ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ലൈഫിൽ അറ്റ് സം പോയിന്റ് വേർപിരിയേണ്ടി വന്ന 2 പ്രിയപ്പെട്ടവർ. അവർ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിനേക്കാളും കൂടുതൽ അതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നാണ് ഈ പടം കാണിച്ചു തരുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നു റൊമാൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ് ജോണർ ഭയങ്കരധികം സാച്ചുറേറ്റഡ് ആണ്. കാരണം ഒരു കാര്യമില്ലാതെ ചവറ് പോലും ഒരുപാട് പടങ്ങൾ വരാറുണ്ട്. എന്നാൽ ആ റൊമാൻസ് എന്ന് പറയുന്ന സാധനത്തെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള പാസ്റ്റ് ലൈഫ് പോലുള്ള പടം എളുപ്പത്തിൽ നമുക്ക് കാണാൻ കിട്ടി എന്ന് വരത്തില്ല. ഇറ്റ്സ് വെരി ഓണസ്റ്റ്, ഇറ്റ്സ് വെരി റോ, വെരി എംപത്തറ്റിക് യെറ്റ് ബ്യൂട്ടിഫുൾ. ഈ പടം കണ്ടിട്ട് ഞാൻ എന്ത് തരത്തിലുള്ള ഒരു വികാരത്തിലായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. അത് സന്തോഷമാണോ, വേദനയാണോ, ഹോപ്പാണോ, ഡിപ്രഷനാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു പണ്ടാരം വികാരമായിരുന്നു എനിക്കത് കണ്ടു തീർന്നപ്പോൾ. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ലവ് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ വി യൂസ് ടു ഹേറ്റ് ദ തേർഡ് പേഴ്സൺ ഫോർ നോ റീസൺ അറ്റ് ഓൾ. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഹേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ തേടും. എന്തിനു വേണ്ടി? കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന 2 പേരും ഒന്നു ചേരണം എന്ന് പറയുന്ന ഒരു ഒടുക്കത്തെ ആഗ്രഹം കാരണം. യൂഷ്വലി സ്ക്രിപ്റ്റും നമ്മളെ അതിലേക്ക് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. എത്ര നോക്കിയാലും ആ മൂന്നാമനെ വെറുക്കാനുള്ള കാരണം നമുക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, വി ഫീൽ വിത്ത് ഹിം. അതാണ് ഈ ഒരു പടത്തിന്റെ ബ്യൂട്ടി. നമ്മുടെ നായകനെയും നായികയുടെയും ആ ഒരു കോൺവെർസേഷൻ അത് ഭയങ്കര രസമായിരുന്നു. ഓരോ ലൈന് പറയുമ്പോഴും ഓരോ ഡയലോഗ് പറഞ്ഞ ശേഷവും ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഇന്നത്തെ പല സിനിമകളിലും ഇല്ലാത്തൊരു കാര്യമാണ്. ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറി അല്ല, ഇറ്റ്സ് ബേസിക്കലി എ ലൈഫ് സ്റ്റോറി. ഭാവിയിലേക്കുള്ളതല്ല, കഴിഞ്ഞ കാലത്തേക്കുള്ളത്. അത് ഈ ഒരു പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെർഫോമൻസ് തകർത്തിട്ടുണ്ട് എല്ലാവരും. 2023 മികച്ച പടങ്ങളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന 3 ചിത്രങ്ങളാണ്. അതിലൊന്നിതാ. എന്ത് കണ്ടില്ലെങ്കിലും ഇതൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. ഇതിനെപ്പറ്റി എന്ത് പറയുമെന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഞാനിപ്പോൾ നാണ്ട് ഇതിനെപ്പറ്റി നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ അത് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത് പെർഫെക്റ്റ് ഡേയ്സ്. ഈ പടം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതെല്ലാവർക്കും ദഹിക്കാൻ പോകുന്നില്ല. കാരണം ഇത് കാണണമെങ്കിൽ കുറച്ച് ക്ഷമമാണ്. കഥയെ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു വ്യക്തിയുടെ ഹിരോയാമ എന്ന് പറയുന്ന ഒരു ടോയ്ലറ്റ് ക്ലീനറിന്റെ ഡെയിലി ലൈഫ് മാത്രമാണ് ഈ ഒരു പടം. അതേ ഒരു 4 ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്തു, അതാണ് ഈ ഒരു പടം. നത്തിങ് മോർ നത്തിങ് ലെസ്, അത്രേ ഉള്ളത്. ഇതിനെ 4 ചാപ്റ്ററായിട്ട് 4 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും ഓരോ കാര്യം ഡിസ്കസ് ചെയ്യും. പക്ഷേ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫാണ്. ഈ പടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ സ്ഥിരം കണ്ടു മറക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറാത്ത ആ ഒരു സ്ഥിരം ഓർഡിനറി തിങ്സ്. അതിന്റെ ബ്യൂട്ടിയാണ് ഈ ഒരു പടം എടുത്ത് കാണിച്ചിരിക്കുന്നത്. ബ്യൂട്ടി ഇൻ ദി ഓർഡിനറി, അതാണ് ഈ ഒരു പടം. ഒരു പക്ക അൺകൺവെൻഷനൽ ആയിട്ടുള്ള പ്ലോട്ട്, ജസ്റ്റ് എ മാൻ ആൻഡ് ഹിസ് ഡെയിലി ലൈഫ്, അത്രേ ഉള്ളൂ. എന്നാൽ അവർ ചർച്ച ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് നല്ല രസമാണ്. സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണ്. സിനിമാറ്റോഗ്രഫിയൊക്കെ ഒരു രക്ഷയില്ല. നേരിട്ട് നമ്മൾ ആ ഒരു ടോക്കിയോ സിറ്റിയിൽ പോയാൽ എന്ത് ഫീൽ കിട്ടും, അതാണ് ഈ ഒരു പടം നമുക്ക് തരുന്നത്.
ആ ഒരു ബ്യൂട്ടിഫുൾ റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അതിൽ അധികം ഡയലോഗൊന്നും ഇല്ലെങ്കിലും ഇതിലെ നായകൻ്റെ പെർഫോമൻസ്, എൻ്റെ മോനെ എന്തൊരു പ്രകടനമായിരുന്നെന്നറിയോ. എടാ ഇങ്ങനെ അഭിനയിക്കുമല്ലേ എന്ന് പറയുന്ന ഒരു തോന്നല് ഒരവിടെ പോലും ഇങ്ങനെ കൊടുക്കുന്നില്ല. ഒത്താൽ ഈ വർഷത്തെ ഓസ്കാർ ഇങ്ങനെ തന്നെ ഉണ്ടോ? ഒന്നും വേണ്ട, ഈ പടത്തിൻ്റെ ഒരു ഫൈനൽ ഷോട്ട് ഉണ്ട്, ഇങ്ങനെ വണ്ടി പോകുന്നൊരു ഷോട്ട്. അതിൽ ഇങ്ങേരുടെ ഫേസിൽ വരുന്ന ഒരു എമോഷൻസ് മാത്രം മതി ഇങ്ങേർക്ക് ഓസ്കാർ എടുത്ത് കൊടുക്കാൻ. സ്ഥിരം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ കൺവെൻഷണൽ പടത്തിൽ നിന്ന് മാറി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നല്ല പടം കാണണമെന്ന് ആഗ്രഹമുള്ളവർ പെർഫെക്റ്റ് ഡേയ്സ് ചൂസ് ചെയ്യുക. നല്ല പടമാണ്. അടുത്ത് ടോക്ക് ടു മീ. ഒരു കംപ്ലീറ്റ് സർപ്രൈസ് ആയിരുന്നു ഈ ഒരു പടം. ഇൻ സീരീസ് കാണാൻ പോയപ്പോൾ ഇതിന്റെ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അടുത്ത ബോംബിനുള്ളതായി. ആ ഒരു വിചാരമായിരുന്നു എനിക്ക്. എന്നാൽ പടത്തിന് കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞതും എന്നെ കംപ്ലീറ്റ്ലി ഞെട്ടിച്ചു കളഞ്ഞു. എനിക്ക് പൊതുവെ ഈ ഒരു ഹൊറർ ജോണർ അധികം ഇഷ്ടമല്ല. ഹൊറർ സിനിമകളിൽ ഞാൻ വെറുത്ത പല സാധനങ്ങളും ഇതിനകത്ത് കാണിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കരധികം ഇഷ്ടപ്പെടാനുള്ള കാരണം. ഈ വർഷം കണ്ടതിൽ നല്ല ഹൊറർ സിനിമ എന്ന് എനിക്ക് തോന്നിയ ആകെ രണ്ടെണ്ണമാണ്. ഒന്ന് ഇതും, പിന്നൊന്ന് വെൻ ഈവിൽ ലേർക്സ് എന്ന് പറയുന്ന ഒരു അർജന്റീനൻ പടം. ഇതിന്റെ പ്ലോട്ട് ആണെങ്കിലും അത് എടുത്തു വെച്ച വിധമാണെങ്കിലും എല്ലാം ഒരു പക്ക ഒറിജിനൽ സാധനം. ഇതുപോലൊരു പടം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം അത്രയും ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പടത്തിന്റെ ഫസ്റ്റ് 10 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്ക പിടിച്ചാൽ കിട്ടൂല. ഇവർ ആ ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്ത് അത് കീപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു വിധമുണ്ട്. വയലൻസ് ഉണ്ട്, നല്ല പോലെ ഉണ്ട്. അപ്പോൾ ഹൊറർ ഫാൻസ് ആരും മിസ് ചെയ്യരുത് ഈ രണ്ട് പടം, ടോക്ക് ടു മീയും അതേപോലെ തന്നെ വെൻ ഈവിൽ ലേർക്സും. പിന്നെ ഈ വർഷം ഇറങ്ങിയ ഹൊറർ പടങ്ങളെല്ലാം വൻ ദയനീയമായിരുന്നു. നൺ 2, ഇൻസീരീസ്, പോപ്പ് എക്സോസിസ്റ്റ്, ഈവിൽ ഡെഡ് റൈസ്, സോ എറ്റ്സ്, പിന്നെ മറ്റേ പെറ്റ് സെമറ്ററി, ബ്ലഡ് ലൈൻ. പിന്നെ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു നിന്ന പടങ്ങൾ എന്ന് പറയുവാണെങ്കിൽ താങ്ക്സ് ഗിവിംഗ് കുഴപ്പമില്ലായിരുന്നു. ഇൻഫിനിറ്റി പൂളും അതേപോലെ തന്നെ സ്യൂട്ടബിൾ ഫ്ലഷിന്റെയും കൺസെപ്റ്റ് എനിക്ക് അങ്ങ് ഇഷ്ടമായി. പിന്നെ ഹൊറർ പടം ആണെന്ന് പറയില്ലെങ്കിലും ആ എലമെന്റ്സ് ഉള്ളതുകൊണ്ട് ഹോണ്ടിങ് ഇൻ വെനൈസും നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഹൊറർ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കണ്ടു. എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്ത ആകെ ഈ 3-4 പടങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്തത് എക്സ്ട്രാക്ഷൻ 2. ഒന്നും പറയാനില്ല, നല്ലൊരു സീക്വൽ. നമ്മൾ എന്ത് ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതെല്ലാം ഈ ഒരു ചാനൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ എന്ന ജോണറിൽ അത്യാവശ്യം മുൻപന്തിൽ നിൽക്കുന്ന നല്ലൊരു ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്ട്രാക്ഷൻ ആണ്. പിന്നെ ഓഫ് കോഴ്സ് ആക്ഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ ജോൺ വിക്ക്. ചാപ്റ്റർ 4 ഒരു രക്ഷയില്ല, കിടിലൻ സാധനമായിരുന്നു. കിയാനു റീവ്സ് എത്ര പ്രാവശ്യം ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വീണിട്ടുണ്ടെന്ന് പുള്ളിക്ക് പോലും പിടിയില്ല. അത്രയും പ്രാവശ്യം ഉരുണ്ട് വീഴുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു ഓട്ടവും പുള്ളി ഷൂട്ട് ചെയ്യുന്നതും ആ ഒരു മാഗസിൻ റീലോഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഈ വർഷത്തെ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും ഈ ഒരു ചാപ്റ്റർ 4 തന്നെയാണ്, ഒരു സംശയമില്ല. അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ബലേറിനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം അത് അന്നയുടെ അർമസ് ആണ്. പിന്നെ മറ്റേ പ്രീക്വൽ സീരീസ് കോണ്ടിനെന്റിൽ കിടിലൻ സാധനമായിരുന്നില്ലേ. അടുത്ത് സിസു. ഒരു വേൾഡ് വാർ ബാക്ക് ഡ്രോപ്പിൽ എടുത്തിരിക്കുന്ന ഒരു ഫിനിഷ് ആക്ഷൻ പടമാണത്. ഒറ്റ വാക്കി പറഞ്ഞ ജോൺ വിക്ക് അങ്ങേരുടെ 60-70 വയസ്സിലൊക്കെ എന്ത് ചെയ്യുക അതാണ് ഈ പടം. ആരുമില്ല, പുള്ളി ഒറ്റയ്ക്ക് വൺ മാൻ ഷോ ആണ് ഈ ഒരു പടം. സലാറിന്റെ ബിൽഡപ്പിന്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും ഇതിനകത്തും കൊടുക്കുന്നുണ്ട് നല്ല കിടിലം കുറച്ച് ബിൽഡപ്സ്. ഞാൻ എല്ലാം ഓക്കെ ആയിരുന്നു, ഞാനിങ്ങനെ സഹിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ആ അവസാനം ഒരു ഹാങ്ങിങ് സീൻ ഉണ്ട് മോനെ, ഞാൻ അതിൽ പോയി, ഞാൻ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഒരു പടം ഇങ്ങനെ കണ്ടിരിക്കുക, അത്ര തന്നെ. എന്നെ ഈ ഒരു പടം എന്റർടൈൻ ചെയ്തു, അതുകൊണ്ട് ഈ ലിസ്റ്റിനകത്ത്. അടുത്തത് നമ്മുടെ ഡേവിഡ് ഫിഞ്ചറിന്റെ ദി കില്ലർ. ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഇതായിരുന്നില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, എങ്കിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം കണ്ട സമയത്ത് എനിക്കൊരു ഓക്കേഷ് ഫീൽ ആണെങ്കിൽ ഞാനത് രണ്ടാമത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഈ പടത്തിൽ പുള്ളി എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കിയെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കും, നല്ലപോലെ പരീക്ഷിക്കും. കാരണം അത്രയും മെല്ലെയാണ് ഈ പടം പോകുന്നത്. നമ്മളിങ്ങനെ ഉറങ്ങി വീഴാറാകുമ്പോൾ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് നമ്മളെ ഉണർത്തും. അതാണ് ഈ ഒരു പടം. പിന്നെ ഫിഞ്ചർ ഇതിനകത്ത് എല്ലാ മോറൽ ക്വസ്റ്റിനും അപ്പം തന്നെ മറുപടി കൊടുക്കുന്നില്ല. ആ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ട്, ആ ഹ്യൂമൻ സൈക്കോളജിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. മൈക്കിൾ ഫാസ്ബെൻഡർ ആ ഒരു പേരില്ലാ കൊലപാതകമായിട്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു. സീരിയസ്ലി പുള്ളിയുടെ ആ ഒരു കാൽക്കുലേഷനും പുള്ളിയുടെ ആ ഒരു പ്രിസിഷനൊക്കെ എന്നാ കിടുവായിരുന്നു പറയോ. അത് തിയേറ്ററിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ പറ്റിയില്ല. നെറ്റ്ഫ്ലിക്സിലുണ്ട്. അടുത്ത ഒബ്വിയസ്ലി സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർവേഴ്സ്. എനിക്കൊന്ന് ആനിമേഷൻ സിനിമകളുടെ തന്നെ ഒരു തലവിധി മാറ്റിയ പടം സ്പൈഡർവേഴ്സ് ആണ്. ഈ പടമല്ല ഇതിന് മുമ്പ് വന്ന പടം. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന ഒട്ടുമിക്ക പടങ്ങളും ഡിസ്നിയുടെ ആനിമേഷൻ സ്റ്റൈലായിരുന്നു. ഇൻഫാക്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന പടങ്ങളായിരുന്നു മോസ്റ്റ് ഓഫ് ദും. എന്നാൽ ഇൻ ടു ദ സ്പൈഡർവേഴ്സ് വന്നതിന് ശേഷമാണ് പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ആനിമേഷൻ പടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത്. ഇൻ ടു ദ സ്പൈഡർവേഴ്സിന് മുമ്പും ശേഷവും എന്ന് നമുക്ക് പിരിച്ചു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റം ഈ ഇൻഡസ്ട്രിക്ക് ഈ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതുപോട്ടെ അക്രോസ് സ്പൈഡർവേഴ്സ് കിടിലം പടമായിരുന്നു. എനിക്കെന്താ നമ്മൾ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ ചെന്ന് കയറിയത് 4DXിലാണ്. പണ്ടാറടങ്ങി അതിനകത്താണെങ്കിൽ കുലുങ്ങി മനുഷ്യൻ്റെ ഊപ്പാടടങ്ങി. സ്പൈഡർവേഴ്സ് എങ്ങാനും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ടോ, അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ, അതിനനുസരിച്ച് ഈ ഒരു സീറ്റും കിടന്ന് കുലുങ്ങുക. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പണ്ടാറങ്ങാൻ പോയി മാറി നിന്ന് കണ്ടാലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ. പോരത്തിന് ആ ഒരു മൂവ്മെന്റിലും 2-3 സെക്കൻഡ്സിൻ്റെ ഒരു ഡിലേയും എനിക്ക് ഫീൽ ചെയ്തു. അത് മേ ബി എൻ്റെ തോന്നലായിരിക്കാം, പക്ഷെ അത് ആകെ മുതൽ പടം കിടുവായിരുന്നെങ്കിലും ആദ്യം കണ്ടപ്പോൾ ഒരു തൊലിഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ 4Ds വേണ്ട പുല്ലും വേണ്ടെന്ന് പറഞ്ഞ സാധാ തിയേറ്ററിൽ പോയി കണ്ടു. സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്ന് കണ്ടു. കിടുപടം. കണ്ടിട്ടില്ലാത്തവർ കുറവാണ് എങ്കിലും. അടുത്ത് കോൺക്രീറ്റ് ഉട്ടോപ്പിയ. ഒരു കൊറിയൻ ഡിസാസ്റ്റർ പടമാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഡിസാസ്റ്റർ ടൈപ്പ് ഓഫ് മൂവി അല്ല. ഇതുവരെ അധികം സിനിമകളിലെ ഒരു സിനിമകളിലും ചർച്ച ചെയ്യാത്ത ഒരു സാധനമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അതും ഭയങ്കരധികം റോ ആയിട്ട്. സപ്പോസ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ശരാശരി ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, അതാണ് ഈ പടം എടുത്ത് കാണിച്ചിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണെന്ന്. ഈ കൊറിയയിലുള്ളവർക്ക് ഇതിന് മാത്രം പണ്ണാനായിട്ട് സാധനം
സാധനം എവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്നടാണ് ഈ പണി വെച്ചിട്ടൊക്കെ അങ്ങനെയുണ്ട്. ലോല ഹൃദയം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ നോക്കരുത്, കാരണം അത് നല്ല ഡാർക്കാണ്. അപ്പോൾ കോൺക്രീറ്റ് യൂട്ടോപ്പിയ ഒരു വൺ ഓഫ് എ കൈൻഡ് പടമാണ്, കണ്ടു നോക്കുക. അടുത്ത് ഒരു ജർമ്മൻ പടമാണ് FIR. അഫെയർ അല്ല, FIR. IFFK ഞാൻ കണ്ട മറ്റൊരു കിടിലം പടമാണത്. കഥയെന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നായകൻ ലിയോൺ ഒരു റൈറ്ററാണ്. അവൻ്റെ ഫസ്റ്റ് ബുക്ക് കഴിഞ്ഞ് സെക്കൻഡ് ബുക്ക് എഴുതാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൻ ആ റൈറ്റേഴ്സ് ബ്ലോക്ക് വരുന്നത്, എന്ത് എഴുതാൻ കിട്ടുന്നില്ല ഒന്നും. അപ്പോൾ കുറച്ചാൾ മാറി നിൽക്കാം അല്ലെങ്കിൽ ഒരു വെക്കേഷന് പോകാമെന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ഒരു സ്ഥലത്തോട്ട് പോകുന്നു. അങ്ങനെ ഇവൻ അവിടെ എത്തി സെറ്റിലൊക്കെ ആവുന്ന സമയത്താണ് നഡ്ജ എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ ഈ ഒരു ഗ്രൂപ്പിലോട്ട് വരുന്നത്. പിന്നെ ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു, ആ ഒരു ഗ്രൂപ്പിനിടയിലും ഇവൻ്റെ ഈഗോ ക്ലാഷും ഉള്ളത് പറഞ്ഞാൽ തുടക്കത്തിൽ നായകനുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവനുമായിട്ട് ഒരു തരത്തിൽ നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. എന്നാൽ മെല്ലെ മെല്ലെ ആണെങ്കിലും ആ ഒരു കഥ പ്രോഗ്രസ് ആകുമ്പോൾ എൻ്റെ മോനെ കിട്ടിലും ഫീൽ ആയിരുന്നു. ഒരുപാട് ഫിലോസഫിക്കൽ ആൻഡ് മെറ്റഫറിക്കൽ കോൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് മൊത്തം പിടികിട്ടിയില്ല. കുറച്ച് അവിടെ ഇവിടെയായിട്ട് ചിലതൊക്കെ മനസ്സിലാക്കി, എന്നാലും മൊത്തം പിടികിട്ടിയില്ല. വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നു, കാരണം അത്രയും രസം ഉണ്ടായിരുന്നു. ഇതിനും പ്രധാന കാരണം ആ ലൊക്കേഷൻ ആയിരുന്നു, കാരണം അത്രയും രസമുള്ള സ്ഥലമായിരുന്നത്. ബാൾട്ടിക് സീ എന്തോ അങ്ങനെ എന്തോ കണ്ടാണ് ആ സ്ഥലത്തിന്റെ പേര്. അത് നല്ല രസം ഉണ്ടായിരുന്നു ആ സ്ഥലം കാണാൻ. അതിനെ ക്യാമറയിൽ ഒപ്പിയെടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ രസത്തിലാണ്. ഇതൊരു സ്ലോ നാരേറ്റീവ് ആണ്, സമയം എടുത്ത് തന്നെയാണ് മുന്നേറുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി നല്ലൊരു സിനിമ കണ്ട ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ഡം മണി, നല്ലൊരു പടമായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ റിലേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലാവും. ഈ വർഷം കുറച്ച് നല്ല ബിസിനസ് മൂവീസ് വന്നിട്ടുണ്ട്. ഒന്ന് ഡം മണി, അടുത്തത് എയർ, നമ്മുടെ നൈക്കിയുടെ, അതും നല്ലൊരു പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ പടം എന്ന് പറയുന്നത് ടെട്രിസ് ആണ്. അതും കിട്ടുമായിരുന്നു. ടെട്രിസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ഗെയിം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് വന്ന വഴിയാണ് ഈ ഒരു പടം മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. എവിടെയും ബോറടിക്കാതെ ഷടപടാന്ന് പോകുന്ന ഒരു നല്ല പടം. നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ, ബിസിനസ് ചെയ്യണം, ഓൺട്രപ്രണർ ആവണം, ലക്ഷങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ എണ്ണങ്ങൾ. അവന്മാരോട് പോയി കാണാൻ പറയാം ഈ 3 പടങ്ങൾ. നിങ്ങളും കാണണം കേട്ടോ, നല്ല സിനിമകളായി 3 എണ്ണം. ഒന്നുകൂടെ പറയാം, ഡം മണി, എയർ ആൻഡ് ടെട്രിസ്. അടുത്ത് സൗണ്ട് ഓഫ് ഫ്രീഡം. ഇതിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ചൈൽഡ് അബ്ഡക്ഷൻ ആണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും എന്നിട്ട് അവരെ എന്ത് ചെയ്യുന്നുവെന്നും അവരെ കണ്ടെത്തിയോ ഇല്ലയോ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്നിങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ്സോട് കൂടെ സംസാരിക്കുന്ന ഒരു നല്ല സിനിമയാണ് സൗണ്ട് ഓഫ് ഫ്രീഡം. ഒരു കുട്ടിയിൽ തുടങ്ങി പിന്നെ ഒരുപാട് പേരിലേക്ക് ഒരു നീണ്ട ഒരു ചെയിൻ ഓഫ് ഈവൻസ് ആണ് ഈ ഒരു പടം മൊത്തം. ഇതും ലോല ഹൃദയർക്ക് പറ്റിയൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഡാർക്കാണത്, എസ്പെഷ്യലി 2-3 ഷോട്ടൊക്കെ, അതൊക്കെ കാണാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു പടമാണ്, ട്രൈ ഔട്ട് ചെയ്യാം. അടുത്തത് ടെറസ്ട്രിയൽ വേഴ്സസ്. ഇത് ഒരു സിനിമയിൽ തന്നെ 3-4 കഥകൾ ഒരുമിച്ച് പറഞ്ഞേക്കുക. ഓരോ ക്യാരക്ടേഴ്സിന്റെ പേര് എപ്പിസോഡായിട്ട് കൊടുത്ത് അവരുടെ ലൈഫാണ് കാണിച്ചു തരുന്നത്. ഒരു ഇറാനിയൻ പടമാണ്. അപ്പോൾ ഇറാനിലുള്ള ആളുകൾ അനുഭവിക്കുന്ന അവരുടെ ആ ഒരു ഒപ്രഷൻ, പ്രധാനമായിട്ടും അവരുടെ ലൈഫ് എത്രമാത്രം സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നു അതാണ് എടുത്തു കാണിച്ചു തരുന്നത്. അവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല, കാരണം ക്യാമറയ്ക്ക് മൂവ്മെന്റ് ഇല്ല, അതൊരു സ്റ്റാറ്റിക് ഷോട്ടാണ്. പടത്തിലെ ഒരു എപ്പിസോഡ് തുടങ്ങി ആ എപ്പിസോഡ് തീരുന്നവരെ ഒരനക്കം ഉണ്ടാവത്തില്ല. പടത്തിന്റെ സ്ക്രിപ്റ്റും പെർഫോമൻസും ആണ് നമ്മളെ ത്രൂ ഔട്ട് പടം പിടിച്ചിരുത്തുന്നത്. പടം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർക്ക് പോലും ആ ഒരു സൊഫിസ്റ്റിക്കേഷൻ ഫീൽ ചെയ്യും. അടുത്ത് എ മാൻ കോൾഡ് ഓട്ടോ. ടോം ഹാൻസിന്റെ ഏറ്റവും പുതിയൊരു എമോഷണൽ ഡ്രാമയാണ് ഈ ഒരു ചിത്രം. ഒരു പരിധിക്കപ്പുറം എന്നെ പിടിച്ചിരുത്തിയത് ഈ ഒരു പടത്തിനകത്ത് ടോം ഹാൻസിന്റെ പെർഫോമൻസ് മാത്രമാണ്. പുള്ളിക്കപ്പുറം ഇതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതായിട്ട് ആരും എനിക്ക് തോന്നിയില്ല. ടോം ഹാൻസിന് മാത്രമുള്ള ഒരു ചില സട്ടിലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതിങ്ങനെ പടം ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. പടത്തിന്റെ പ്ലോട്ട് വൈസ് വലിയ കാര്യമില്ലെങ്കിലും ഇതിന്റെ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡീസന്റ് വാച്ച് ആയിരുന്നു എ മാൻ കോൾഡ് ഓട്ടോ, ട്രൈ ഔട്ട് ചെയ്യാം. അടുത്തത് ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1. ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുമോ അതെല്ലാം ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇത് ഇറങ്ങിയ സമയം മാത്രം കുറച്ച് മാളിപ്പോയി. ബാർബിയുടെ ഓപ്പൺഹൈമറിനെ തൊട്ട് മുമ്പ് ഇറങ്ങി എന്നതുകൊണ്ട് മാത്രമാണ് ഇത് ബ്രേക്ക് ഈവൻ പോലും അടിക്കാത്തത്. അതർവൈസ് പടം ഭയങ്കര എന്റർടൈനിങ് ആണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെല്ല് ചെയ്ത കുറേ ആക്ഷൻ സെറ്റ് പീസ് ഉണ്ട്. ഞാൻ അതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതിന്റെ ഇടയിൽ കുറേ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ആക്ഷൻ സീക്വൻസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് ഓപ്പൺഹൈമർ. ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കണ്ട ഒരേ ഒരു പടം എന്ന് പറയുന്നത് ഓപ്പൺഹൈമർ മാത്രമാണ്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി ഈ ഒരു പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ദി ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്, എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. ഒരു കൊറിയൻ പടമാണ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട ഒരു കൊറിയൻ പടം അതാണത്. ഒരു കിടിലം പടം. ആർക്ക് വേണ്ടി അല്ലെങ്കിലും ഒന്നിനു വേണ്ടി അല്ലെങ്കിലും കിം സോഹോ അങ്ങയുടെ ഒരു മാനസിങ് പെർഫോമൻസ് അത് കലക്കിയിട്ടുണ്ട്. നിങ്ങൾ K-ഡ്രാംസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോം ടൗൺ ചാച്ചാ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടാവും. അതിലെ നായകൻ ഒരു വില്ലനായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? പുള്ളി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അഴിഞ്ഞാടുമായിരുന്നു പടത്തിനകത്ത്. ബ്രോ ജസ്റ്റ് സിംഗിൾ ഹാൻഡ്ലി സ്റ്റോൾ ദ ഹോൾ ഷോ, സത്യമായിട്ടും. അടുത്ത് വെസ് ആൻഡേഴ്സന്റെ ആസ്ട്രോയിഡ് സിറ്റി. പുള്ളിയുടെ ഏറ്റവും മികച്ച സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എങ്കിലും നല്ലൊരു സിനിമയാണത്. ഞാനിങ്ങനെ ആലോചിക്കും പുള്ളിയുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്, കാരണം ഇതൊരു വൺ ഓഫ് എ കൈൻഡ് പടമാണത്. കുറേ ചിരിക്കാനും ചിന്തിക്കാനുള്ള ഭാഗ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഒന്നുമല്ലെങ്കിലും ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും മികച്ച ഒറിജിനൽ സോങ് ഈ പടത്തിനകത്തായിരുന്നു. അടുത്ത് ദി പ്രോമിസ് ലാൻഡ്. മാഡ് മിക്കൽസനൊക്കെ ഉള്ള ഒരു ഡാനിഷ് പടമാണത്. നല്ലൊരു ഒന്നാന്തരം പടം ശരിക്കും. IFFKയിൽ ഞാൻ ആദ്യം കണ്ട കുറച്ച് പടങ്ങൾ എനിക്ക് ദഹിച്ചില്ല, പിന്നെ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഇതിന് കയറുന്നത്. ഇതാണെങ്കിൽ ഒരു ഒന്നാന്തരം പടം. മാഡ് മിക്കൽസിനെയൊക്കെ വേസ്റ്റ് ചെയ്ത് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ പുള്ളി തകർത്തു. പുള്ളി മാത്രമല്ല കൂടെ ഉള്ളവരും വില്ലന്റെ ആളുകളെന്ന് പറഞ്ഞ എല്ലാവരും കിടുമായിരുന്നു. ഇപ്പോൾ ഒന്നും ഇതുപോലുള്ള സിനിമകളൊന്നും അധികം ആരും എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബ്രൂട്ടലി ഓണസ്റ്റ് ആയിരുന്നു പടം. അതായത് ഇങ്ങനെ വല്ല ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്ന കാര്യം പക്കയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഇൻ ആൻഡ് ഔട്ട് പീരീഡ് ഡ്രാമയാണ്. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ, അതായത്
പീരീഡ് ബാക്ക്ഡ്രോപ്പിലുള്ള സിനിമകൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണണം. അവർ മാത്രമല്ല എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സിനിമയാണ് ദി പ്രോമിസ്ഡ് ലാൻഡ്. അടുത്ത് ഗാരത്ത് എഡ്വേർഡ്സിന്റെ ദി ക്രിയേറ്റർ. വെറും 4 ലക്ഷം രൂപയുള്ള ഒരു സോണി ക്യാമറയിൽ ആ ചങ്ങായി എടുത്തു വെച്ചിരിക്കുന്ന പടം കാണണം. വീണ്ടും അടിച്ചുറപ്പിക്കുക, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്യാമറ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഒബ്ജക്റ്റ്, ഇറ്റ്സ് അബൌട്ട് ദ വിഷൻ. ഇത്രയും വലിയൊരു സ്കെയിലിൽ ഇതിനെ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടും. പ്ലോട്ടിലെ പല കാര്യമായിട്ട് എനിക്കും വിയോജിപ്പുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അബ്സല്യൂട്ട് സിനിമാറ്റിക് എക്സ്പെർട്ടൈസ് ആണ് ഈ ഒരു ചിത്രം. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്കിത് തിയേറ്ററിൽ കാണാൻ പറ്റി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കിടിലൻ സാധനമാണ്. എന്നാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന നമ്മുടെ സാക് സ്നൈഡറിന്റെ റെബൽ മൂൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മേ ബി എൻ്റെ എക്സ്പെക്ടേഷൻ മാത്രം കൊണ്ടായിരിക്കും. ആദ്യത്തെ ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ നല്ല രസത്തിൽ ഞാനിങ്ങനെ പോകുമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ പടമായിട്ട് ഡിറ്റാച്ച് ആയി. പിന്നീട് അങ്ങോട്ട് ഞാൻ ആദ്യം കണ്ട ഒരു ഫീൽ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്കൊന്നും പടത്തിൽ ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന കുറേ സ്ലോ മോഷൻ കട്ട് ചെയ്താൽ തന്നെ ഒരു 10 മിനിറ്റ് കുറഞ്ഞു കിട്ടും. പുട്ടിന് പീര് പോലെ ഇതിനകത്ത് സ്ലോ മോഷൻ കൊടുത്തിട്ടുണ്ട്. സോ ക്രിയേറ്റർ പോലെ തന്നെ നല്ലൊരു ഒറിജിനൽ സ്റ്റോറി ആകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ രീതിയിൽ വന്നില്ല. മേ ബി അടുത്ത പടം കൂടെ അടുത്ത വർഷം വരുമ്പോഴേക്കും ശരിയായേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും അറിയത്തില്ല, വരട്ടെ, നമുക്ക് കണ്ടറിയാം. അടുത്ത് ഗാർഡിയൻ ഓഫ് ഗാലക്സി വോളിയം 3. ആകെ കണ്ട നല്ലൊരു സൂപ്പർ ഹീറോ മൂവി ഇത് മാത്രമായിരുന്നു. പിന്നെ കണ്ടതെല്ലാം കുറേ ഷിറ്റ് ലോട്ട്സ് ആയിരുന്നു. സത്യമായിട്ടും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 നല്ലൊരു സൂപ്പർ ഹീറോ സിനിമയായിരുന്നു ഈ വർഷത്തെ. അടുത്തത് മോൺസ്റ്റർ. ഒന്നും പറയാനില്ല, ഇജാതി കിടിലം പടം. ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും മികച്ച 3 ചിത്രം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അതിലൊന്ന് പാസ്റ്റ് ലൈഫ്, പിന്നെ ഓപ്പൺഹൈമർ, അത് അപ്പം പറയാൻ വിട്ടുപോയി, സോറി. പിന്നെയുള്ളത് ഈ ഒരു ജാപ്പനീസ് പടമായിട്ടുള്ള മോൺസ്റ്റർ ആണ്. നല്ലൊരു ഒന്നാം തരം ക്ലാസിക് പടം. ഒരൊറ്റ സ്റ്റോറി ഉള്ളൂ, പക്ഷേ 3 പെർസ്പെക്റ്റീവിൽ 3 രീതിയിൽ നമുക്ക് കാണിച്ചു തന്ന് അതെല്ലാം ഒന്ന് ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് പ്ലോട്ട് പോയിന്റ് ആയിട്ട് ചിലവിടെ വരുന്നുണ്ടെന്നല്ലാതെ ഒരു എപ്പിസോഡിക് നെറേറ്റീവായിട്ട് ഞാൻ അധികം സിനിമകളിൽ കണ്ടിട്ടില്ല. ഇതിലതായിരുന്നു. നമ്മൾ ആദ്യം ഒരു കഥ കാണുന്നുണ്ട്, ആ കഥയായിരിക്കും എന്ന് വിചാരിച്ചു പോകുമ്പോൾ അടുത്ത് വേറൊരു കഥ വരും, അതേ കഥയുടെ തന്നെ. എന്നാൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. കൈബുത്സു മോൺസ്റ്റർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം, ഗംഭീര പടമാണ്. അടുത്ത് ബോട്ടംസ്, ഒരു ഫുൾ ഓൺ കോമഡി പടമാണത്. ഒന്നുകൂടെ വെടുപ്പായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു കോമഡി പടം. ഒരുപാട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള കോമഡി സിനിമകൾ നമ്മൾ റീസെന്റ് ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പണ്ട് മറ്റേ ഡംബ് ആൻഡ് ഡംബറിലും സൂപ്പർ ബാഡിലൊക്കെ കണ്ട ആ ലെവലൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ജനറേഷനിൽ നല്ലൊരു കോമഡി പടം ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില ഡയലോഗൊക്കെ ചിരിച്ച് മനുഷ്യൻ മണ്ണ് ഇപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. എന്റർടൈനിങ് ആണ്, സൂപ്പർ എന്റർടൈനിങ് ആണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക ബോട്ടംസ്. അടുത്ത് ഹോൾഡ് ഓവേഴ്സ്, ഒരു ഫീൽ ഗുഡ് കംഫർട്ട് മൂവിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വന്നൊരു പടമാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ഒന്നാമത് ഇതിന്റെ കഥ നടക്കുന്നത് 1970s അപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് എടുത്തൊരു പടം പോലെ ഒരു ഫീല് എനിക്കിത് കണ്ടപ്പോൾ കിട്ടി. അതിന്റെ ആർട്ട് വർക്ക്, ആ ഒരു സെറ്റ് ആണെങ്കിലും, പിന്നെ മേക്കപ്പ്, പിന്നെ ഈ പറയുന്ന എസ്തെറ്റിക്സ്, എസ്പെഷ്യലി ആ ഒരു ക്യാമറ വർക്ക്, അതിന്റെ മൂവ്മെന്റ്, സൂമിങ്, ആ പരിപാടിയൊക്കെ എല്ലാം ആ ഒരു പണ്ടത്തെ ആ ഒരു ഒത്തന്റിക് ഫീൽ നമുക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാറ്റിനും ഉപരി ഇത് ചർച്ച ചെയ്യുന്ന വിഷയം ലൈഫിലെ 3 സ്റ്റേജിൽ സ്റ്റക്ക് ചെയ്യാൻ നിൽക്കുന്ന 3 വ്യക്തികളുടെ കഥയാണ് ഇത് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. അതെനിക്കൊന്ന് ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നല്ല സംശയമുണ്ട്. പിന്നെ ഇതിൽ ഞെട്ടിക്കുന്നത് ഇങ്ങനെയാണ്, കാരണം ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമാണ് അത്രയത്. ഡൊമിനിക് സെസാൻ ഈ ആക്ടറിന്റെ ആദ്യത്തെ പടത്തിൽ തന്നെ ഇങ്ങനൊരു പെർഫോമൻസ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും, കാരണം അജാതി പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഹോൾഡ് ഓവേഴ്സ്. സോ സമയമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. അടുത്ത നോക്ക് അറ്റ് ദി ക്യാബിൻ, എപ്പോഴും വഴി മാറി സഞ്ചരിക്കുന്ന നമ്മുടെ M. നൈറ്റ് ഷ്യാമളന്റെ പടമാണ്. കഴിഞ്ഞ കൊല്ലം പുള്ളിയുടെ തലതിരിഞ്ഞ പടമായിട്ടുള്ള ഓൾഡ് കണ്ടു. ഇപ്പതാണ്ട് നോക്ക് അറ്റ് ദി ക്യാബിനും. നോക്ക് അറ്റ് ദി ക്യാബിനും ഒരു മോശമില്ലാത്ത സിനിമയാണ്, കണ്ടിരിക്കുക. അടുത്തത് ഗൈ റിച്ചിയുടെ ദി കവനന്റ്. ദി മാൻ ഫ്രം അങ്കിളിന് ശേഷം പുള്ളി എടുത്ത് നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ദി കവനന്റ് ആണ്. ഈ പടത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പവർ ഹൗസ് പെർഫോമൻസ് രണ്ടുപേരും, ജേക്ക് ജിലൻഹാളും അതേപോലെ തന്നെ ഡാസലിമും. ഇവർ രണ്ടുപേരുടെ ഷോൾഡറിലാണ് പടം ത്രൂ ഔട്ട് പോകുന്നത്. എസ്പെഷ്യലി ജേക്ക് ജിലൻഹാൾ. ഓസ്കാറൊക്കെ ഒരു കോപ്പും ഇല്ലാന്ന് തോന്നുന്നത് ഇതുപോലുള്ള ആക്ടേഴ്സിന് ഒന്നും കിട്ടാത്ത പക്ഷമാണ്. പുള്ളിയുടെ കരിയർ ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സിനിമ പോലും മോശം എന്ന് നമുക്ക് പറയാൻ തോന്നത്തില്ല. അത്രയും കീൻ സെലക്ഷൻ ഉള്ള ഒരു ആക്ടറാണ് ഇങ്ങനെ. ആ നൈറ്റ് ക്രോളറിലൊക്കെ എന്തായിരുന്നു അതിലൊക്കെ പെർഫോമൻസ്. ഇതിനെപ്പറ്റി നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ ഇങ്ങനത്തെ സിനിമകൾ, എസ്പെഷ്യലി നൈറ്റ് ക്രോളർ, സോഴ്സ് കോഡ്, എനിമി, പ്രിസണേഴ്സ്. അടുത്തത് സർ മാർട്ടിൻ സ്കോർസെസിയുടെ ദി കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ. പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് ഈ ഒരു പടം. ഒരു സെക്കൻഡ് പോലും ഇതിനകത്ത് വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതാണ്ട് 3-3.5 മണിക്കൂർ വരുന്നുണ്ട് ഈ ഒരു ചിത്രം. സമയം ഇൻവെസ്റ്റ് ചെയ്ത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം. ഗംഭീര സിനിമയാണ്. 80-ാം വയസ്സിലും ഇങ്ങനെയൊന്നും അല്ലടാ അത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പയർ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്തത് ഗുഡ് ബൈ ജൂലിയ, ഒരു സുഡാനീസ് ഡ്രാമ ചിത്രമാണത്. IFFKയിൽ കണ്ട മറ്റൊരു സ്ട്രോങ് ആൻഡ് സീരിയസ് ആയിട്ടുള്ള ഒരു പടമാണത്. പല പൊളിറ്റിക്കൽ ചോയ്സും ഈ ഒരു ചിത്രം ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട് വിട്ട് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെ വേറൊരു ലോകമാണ്. കാരണം അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു സുഡാനീസ് കൾച്ചറും. സോ ഗുഡ് ബൈ ജൂലിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡ്രിവൻ ചിത്രമാണ്. പേസിംഗ് ഇഷ്യൂ ഉണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി നല്ലൊരു സിനിമയാണ്. പിന്നെ കണ്ട മറ്റൊരു നല്ല സിനിമ എന്ന് തോന്നുന്നത് മീ ക്യാപ്റ്റൻ ആണ്. അൺറിസർവ്ഡ് ക്യൂ നിന്ന് സീറ്റൊന്നും കിട്ടാതെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നുണ്ട്. സെനഗൾ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ചെറിയൊരു സ്ഥലത്ത് നിന്നും യൂറോപ്പിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന 2 കുട്ടികളുടെ കഥയാണ്. കുട്ടികളല്ല, 2 പയ്യന്മാരുടെ കഥ. അവരതിനു വേണ്ടി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അവർക്ക് പിന്നീട് പോകുന്ന വഴി എന്ത് സംഭവിച്ചു, വലിയൊരു സ്കെയിലിൽ എടുത്തിരിക്കുന്ന ഒരു എപ്പിക് മൈഗ്രേഷൻ ഡ്രാമയാണ് ഈ ഒരു ചിത്രം. ഇതും ലോല ഹൃദയർക്ക് പറ്റിയൊരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരെ എങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുന്ന കാര്യമെല്ലാം കാണിക്കുമ്പോൾ കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല.
അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇതേപോലെ ഇത്രയും ഇന്റൻസിറ്റിയിൽ വേറൊരു പടം ഉണ്ടായിരുന്നു, ഗ്രീൻ ബോർഡർ എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ ഒരു വാർ ബാക്ക്ഡ്രോപ്പ് ആയിരുന്നു, ഒരു സിവിൽ വാറിന്റെ ഒരു സെറ്റപ്പിലായിരുന്നു അതിന്റെ സ്റ്റോറി കൺവേ ചെയ്തത്. പോളണ്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന കുറച്ച് കുടുംബങ്ങളുടെ കഥ, രക്ഷപ്പെടാൻ നോക്കുന്നവരുടെ മാത്രമല്ല രക്ഷപ്പെടുത്താൻ നോക്കുന്നവരുടെ കഥയും ഉണ്ട് അതിനകത്ത്. അതിലും ചില സീനൊന്നും കണ്ടിരിക്കാൻ പോലും പറ്റില്ല. ഒരു പ്രഗ്നന്റ് വുമന്റെ ഒരു സീനൊക്കെ വരുന്നുണ്ട്, എൻ്റെ അമ്മോ എത്ര സ്ട്രോങ് ഹാർട്ടഡ് ആണെന്ന് പറഞ്ഞാലും അതൊന്നും അങ്ങ് കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതും നല്ലൊരു സിനിമയായിരുന്നു, പക്ഷേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, 2.5 മണിക്കൂറും വരുന്നുണ്ടായിരുന്നു. എന്നാൽ മീ ക്യാപ്റ്റനിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ വിഷ്വലി റിച്ച് ആണ്, കുറച്ച് വലിയ സ്കെയിലിൽ എടുത്ത് വെച്ചിരിക്കുന്ന പടം. കാണാത്തവർ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യണം, കിടിലം പടമാണ്. അടുത്ത് ഈ വർഷത്തെ മറ്റൊരു സർപ്രൈസ് ആയിരുന്നു ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ്. പടം കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രമാത്രം എന്റർടൈനിങ് ആയിരിക്കുമെന്ന്. ഒരു കൊച്ചു അഡ്വഞ്ചറസ് ആയിട്ടുള്ള നല്ലൊരു പടം. അടുത്ത് മെയ് ഡിസംബർ. നാറ്റലി പോർട്ട്മാൻ ജൂലിയൻ മൂർ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് കണ്ടു. ബട്ട് ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇതുപോലൊരു സാധനമാണ് വരുന്നതെന്ന്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മിക്സഡ് ബാഗ് ഓഫ് എമോഷൻ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പടം കണ്ട, ഞാൻ ഇപ്പോഴും അത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. അൺഡൗട്ടഡ്ലി ഇതൊരു നല്ല സിനിമയാണ്, പ്രത്യേകിച്ച് റൈറ്റിംഗ് വൈസും പെർഫോമൻസ് വൈസും. നാറ്റലി പോർട്ട്മാനും ജൂലിയൻ മൂറും തകർക്കും, അത് ഉറപ്പാണ്. പക്ഷേ ടേക്ക് അവേ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചാൾസ് മിൽട്ടൺ ആയിരുന്നു. റിവർഡെയിൽ കണ്ട് അത് വെറുത്തപ്പോൾ പുള്ളിയും ചേർത്ത് ഞാൻ വെറുത്തു. പക്ഷേ ഇതിലിങ്ങനെ വെറുക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്കിതിനെപ്പറ്റി എന്ത് തോന്നുന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു മോശം സിനിമയാവുന്നില്ല കേട്ടോ. ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു നല്ല സിനിമയാണെന്ന്. ആ ഒരു തോന്നൽ എനിക്ക് ഇതിനകത്ത് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളോടും ഇത് കാണുമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടി ഈ ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ തോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. അടുത്തൊരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ ഉള്ള ഒരു കൊറിയൻ ആക്ഷൻ പടമാണ് കിൽ ബോക്സോൺ. ഒരു കിഡിലൻ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണത്. അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്ന കുറേ ഡാർക്ക് ഹ്യൂമേഴ്സും ഉണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. അടുത്ത് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഈ ഒരു പടം ഇച്ചിരി കോംപ്ലക്സ് ആണ് എല്ലാ അർത്ഥത്തിലും. ഹാൻഡിൽ ചെയ്യുന്ന വിഷയം മാത്രമല്ല, അത് പ്രസന്റ് ചെയ്ത വിധവും ഭയങ്കര സിമ്പിളായിട്ട് ബട്ട് ഭയങ്കര ഹോണ്ട് ചെയ്യും നമ്മളെ. IFFKയിൽ ഞാൻ കണ്ട മറ്റൊരു മികച്ച പടമാണിത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, കിട്ടുവാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. കാണുന്നതിന് മുമ്പേ ഞാൻ വാൺ ചെയ്യുന്നു, ഇതൊരിക്കലും ഒരു സിമ്പിൾ വാച്ചായിട്ട് പോകുന്നില്ല. കാണുന്നത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അടുത്ത് സോൾബേൺ. ബാരി കീഗൺ അതേപോലെ തന്നെ ജേക്കബ് എൽറോഡയൊക്കെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഏറ്റവും പുതിയൊരു പടമാണ്. അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഹുക്കായി. ഇപ്പോൾ തന്നെ വീഡിയോ ഡിമാൻഡ് വന്ന് ഇപ്പോൾ കണ്ടു. വിഷ്വൽസും പെർഫോമൻസും ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ പിടിച്ചെടുത്താനുള്ള പ്ലോട്ടും ഇതിനകത്തുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവർ ടോട്ടാലിറ്റിയിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹോൾ പോയിന്റ് എന്താണെന്ന് മാത്രം പിടിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പ്രത്യേകിച്ച് ആ ഒരു എൻഡിങ്, അത് വൈ ഈസ് ദാറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഉള്ളിൽ ആദ്യം വന്നത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, സാൾബേൺ എന്ന് പറയുന്ന ഒരു സോളിഡ് പടമാണ്. ഒന്നും വേണ്ട, ബാരി കീഗൺ ആ ഒരു ബാത്തബിൽ ഒരു സീനുണ്ട്, അത് കണ്ടാൽ മതി. പിന്നെ ഒരിക്കലും ഈ ഒരു സിനിമ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയില്ല. അത്രയും മാനസിങ് ആയിരുന്നു പുള്ളി. ബാരി കീഗൺ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരു തരത്തിലുള്ള ഒരു മോസ്റ്റ് ഫക്ഡ് അപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ. അതിനിവിടെ ഒരു മാറ്റമില്ല. ഇതിനകത്തും ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക സാൾബേൺ. അടുത്ത് നെപ്പോളിയൻ. ഹോക്കിൻ ഫീനിക്സിന്റെ റിലീസ് കൊണ്ട് ഏറ്റവും പുതിയ പടമാണത്. ഉള്ളത് പറയുകയാണെങ്കിൽ ഇതായിരുന്നില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. നമ്മളൊരു നെപ്പോളിയൻ സ്റ്റോറിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുകയോ അതിന്റെ എല്ലാം വിപരീതമാണ് ഈ പടത്ത് ചെയ്തു വെച്ചേക്കുന്നത്. അതൊരു പരിധി വരെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, പക്ഷേ അതൊരു ഫുൾ എക്സ്റ്റെൻഡിലോട്ട് എനിക്ക് സാധിച്ചില്ല. ആ ഒരു എക്സ്പെരിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് സ്ഥിരമുള്ള ആ ഒരു നാരേറ്റീവ് പോകാതെ കുറച്ച് മാറി ചിന്തിച്ചത്. ഒരിക്കലും ഈ ഒരു സൈഡ് ഓഫ് നെപ്പോളിയൻ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് കിട്ടിയപ്പോൾ വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. വെനസ കർബി വൈഫായിട്ട് കലകിയിട്ടുണ്ട്. നെപ്പോളിയന്റെയും അവന്റെ ഭാര്യയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കോംപ്ലക്സ് ടോക്സിക് സാധനം, അത് നല്ല കിടിലമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് റിഡ്ലി സ്കോട്ട് എന്ന് പറയുന്ന ഒരു എപ്പിക് ഡയറക്ടറിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഈ ഒരു സൈഡ് ഓഫ് അപ്രോച്ച് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പലർക്കും നിരാശ വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷേ പടത്തിലെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും വർക്കായി, കുറച്ച് കാര്യങ്ങൾ ഒഴിക്കാൻ. അപ്പം നെപ്പോളിയൻ കാണാത്തവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം, നല്ല പടമാണ്. അടുത്ത് കോബ് വെബ്, മറ്റൊരു IFFK ചിത്രം. ഫിലിം വിത്തിൻ എ ഫിലിം, അതാണ് ബേസിക്കലി കോബ് വെബ്. ഈ റിയാലിറ്റി ഏതാ ഫിക്ഷൻ ഏതാ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു ലൈൻ ബ്ലറായി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പടം. ഈ പടത്തിന്റെ കഥ പറഞ്ഞിരിക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. നമ്മളങ്ങനെ പിടിച്ചിരുത്തും ഒരു 2-2.5 മണിക്കൂർ. എവിടെയും ഡൾ മൊമെന്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതും ഒരു വൺ ഓഫ് എ കൈൻഡ് പടമാണ്. ഇതിനു മുമ്പ് ഞാൻ ഇത് കൂട്ടൊരു പടം കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നു അറിയത്തില്ല. ഐഡിയ വൈസും ടെക്നിക്കൽ വൈസും ഈ ഒരു പടം ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ കാണുന്ന ഓഡിയൻസിനെ മുഷിപ്പിക്കുന്ന രീതിയിലൊന്നും ഈ ഒരു പടത്തിനകത്തില്ല. എന്നാൽ ഇത് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കൺവെൻഷണൽ നറേറ്റീവ് അല്ല ഇതിനകത്ത്. പിന്നെ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നുമില്ല. മെയിനായിട്ട് അധികം പറച്ചിലൊന്നുമില്ല, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കാണുന്ന നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ ഇങ്ങനെ അധികമാകും എന്നല്ലാതെ എല്ലാറ്റിനും ഉത്തരം കിട്ടണമെന്നില്ല. സോ അത് മൈൻഡിൽ വെക്കുക ഈ ഒരു പടം കാണുന്ന സമയത്ത്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. ചുമ്മാ എന്നെപ്പോലെ ഒരു കാര്യമില്ലാതെ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി പടം കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പിന്നെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ വർഷം ഇതേ പേരിൽ 2 പടം ഇറങ്ങിയിട്ടുണ്ട്. ഒന്നേതോ ഇംഗ്ലീഷ് ഹൊറർ പടമാണ്, ഒന്ന് ഇതാണ്. അപ്പോൾ ഈ പടം കാണാം കേട്ടോ, കൊറിയൻ. അത് ഞാൻ കണ്ടായിരുന്നു, അത് വലിയ കാരലായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത്രയും വേണം ഞാൻ ഈ വർഷം കണ്ട നല്ല സിനിമകൾ, അല്ലെങ്കിൽ നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ. ഇനി ഇതും പോരെങ്കിൽ കുറച്ച് ബോണസും കൂടി ഉണ്ട്, അതും പറയാം. പ്രസില്ല, സ്ലീപ്പ് കൊറിയൻ പടമാണ്, നല്ലതാണ്. നോ വൺ വിൽ സേവ് യു, ദേ ക്ലോൺ ടൈറോൺ നല്ല പടമാണ്. ബാർബി, പിന്നെ സ്ലാം ഡങ്ക്, അതൊരു ഗംഭീര പടമായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല, അത് വാഷ് ഔട്ട് ആയി പോവുകയും ചെയ്തു. ആനിമെ ഫാൻസിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഇതിന് നമ്മുടെ ഇടയിൽ ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ഫെയിൽ ആയിപ്പോയത്. ജപ്പാനിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്, കാരണം അത്രയും പോപ്പുലർ ആണ് അവിടെ. എനിക്ക് ആനിമേഷൻ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ബട്ട് പോകെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരൊറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരു പടം വന്നു പോയ ശേഷം. അതിപ്പോൾ ഓൺലൈൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടാകും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം, നല്ല സിനിമയാണ്. പിന്നെ ബ്രാഡ്ലി കൂപ്പറിൻ്റെ മേസ്ട്രോ, അതും ഗംഭീരമായിരുന്നു. ഇനി ഈ വർഷം ഇറങ്ങി എനിക്ക് കാണാൻ പറ്റാതെ പോയ കുറേ സിനിമ
സിനിമകളുണ്ട്, അതും കൂടെ പറഞ്ഞേക്കാം. ഒന്നാം സ്ഥാനം ഗോഡ്സില്ല -1. ഗംഭീര റെസ്പോൺസാണ് ഈ പടത്തിനെ പറ്റി പുറത്ത് വെക്കുന്നത്. ഇതുവരെ ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര സംസാര വിഷയമായിട്ടുള്ള പൂർ തിങ്സ്, ഫെറാറി, അയൺ ക്ലോ, അമേരിക്കൻ ഫിക്ഷൻ, ബ്ലാക്ക്ബെറി, സ്റ്റിൽ, പിന്നെ നമ്മുടെ സിഡ്നി ചേച്ചിയുടെ എനിവൺ ബട്ട് യു. അത് വലിയ വിഷയമുള്ള പടമൊന്നുമല്ല, എങ്കിലും ഒരു റോംകോമാണ്. അപ്പോൾ ആ രീതിയിൽ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. അടുത്ത മാസം റിലീസുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനിമകൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. കുറേ എണ്ണം കണ്ടതിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയത് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വർഷം കണ്ടിട്ട് നല്ല സിനിമ എന്ന് തോന്നിയത് ഏതാണെന്ന് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഈ പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. 2023 തീർന്ന് 2024 ഇതുപോലെ തന്നെ നല്ലൊരു എൻ്റർടൈനിങ് ഇയർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നല്ല സിനിമകൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.